സച്ചിദാനന്ദ സ്വാമികളുടെ ജന്മതിഥിയാണ്. അതായത് ഈ ജയന്തി നമ്മൾ എല്ലാ ഡയറക്ട് ഡിസൈബിൾസിൻ്റെയും ശ്രീരാമകൃഷ്ണദേവന്റെ സന്യാസ ശിഷ്യന്മാരായിട്ടുള്ള 16 ഡയറക്ട് ഡിസൈബിൾസിൻ്റെയും ജന്മതിഥി ആഘോഷിക്കാറുണ്ട്, ആചരിക്കാറുണ്ട്. അതിൽ രാമകൃഷ്ണാനന്ദ സ്വാമിയുടെ ജന്മതിഥി കഴിഞ്ഞു. ഇന്ന് നിരഞ്ജനാനന്ദ സ്വാമിയുടെ ജന്മതിഥിയാണ്. സ്വാമിജിയുടെ സ്വാമിയുടെ ജീവചരിത്രം നമുക്കൊന്ന് നോക്കാം. നിരഞ്ജനാനന്ദ സ്വാമിജി ആദ്യകാലങ്ങളിൽ ചെറുപ്പത്തിൽ തന്നെ ഒരു ഈ വേദാത്മാക്കളെ വെച്ച് സംസാരിക്കുന്ന കഴിവുള്ള ഒരു മീഡിയമാണ്. മരിച്ചുപോയ ആൾക്കാരെ വിളിച്ചിട്ട് അവരുമായിട്ട് സംസാരിക്കുന്ന ആൾക്കാരുണ്ടായിരുന്നു. വേദാന്ത യോഗക്കാർ സ്പിരിച്വലിസ്റ്റ്. അവരുടെ കൂട്ടത്തിലാണ് സ്വാമിജി ആദ്യം അവരുടെ കൂടെ നടന്നിരുന്നത്. പക്ഷേ ഒരിക്കലും ഈ വേദാത്മാക്കളെ വിളിച്ചു വരുന്ന സംഘത്തിന്റെ തലവന്മാരെ കൂടെ ചേർന്നിട്ട് ശ്രീരാമകൃഷ്ണദേവനെ കാണാൻ. അപ്പൊ അതില് ശ്രീരാമകൃഷ്ണദേവന്റെ കൂടെ ഈ ഇവരുടെ കൂടെ നിരഞ്ജന സ്വാമിയും വന്നു. നിരഞ്ജൻ എന്ന് പറഞ്ഞാൽ നിത്യനിരഞ്ജൻ ഘോഷ് എന്നാണ് അദ്ദേഹത്തിന്റെ പേര്. ഓഗസ്റ്റ് 2 സ്വാമിയുടെ ജന്മം കൽക്കത്തയിൽ നിന്ന് കുറച്ച് നാഴി അകലെയുള്ള 24 പരഗണയിലെ രാജാഹട്ട് വിഷ്ണുപൂർ എന്ന സ്ഥലത്താണ് ജനിച്ചത്. അംബികാചരൺ ഘോഷ് ആയിരുന്നു അദ്ദേഹത്തിന്റെ അച്ഛൻ. നല്ല പൊക്കവും വിരിഞ്ഞ മാറും തിളങ്ങുന്ന മനോഹര നേത്രങ്ങളുള്ള സുന്ദരനായിരുന്നു നിരഞ്ജൻ. അവന്റെ ശരീരം ശക്തവും ഊർജ്ജസ്വലവും കായികാഭ്യാസങ്ങളുമായിരുന്നു. നിർഭയത്വവും ശൗര്യരീതിയുമുള്ള പ്രകൃതം. കുട്ടിക്കാലത്ത് പുരാണ കഥാപാത്രങ്ങളെ അനുകരിച്ച് അമ്പും വില്ലും കൊണ്ട് കളിക്കാൻ അവൻ ഇഷ്ടപ്പെട്ടു. സത്യത്തിന് വേണ്ടി പരിപൂർണമായ അഭിനിവേശവും പാപങ്ങളോടുള്ള അനുകമ്പയും അവന്റെ സ്വഭാവ വിശേഷങ്ങളായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യമായിട്ട് ശ്രീരാമകൃഷ്ണനെ കാണാൻ വരുമ്പോഴേ ഈ ആത്മാവിനോട് സമ്പർക്കം പുലർത്തുന്ന, ആത്മാവിനോട് സംവദിക്കുന്ന ഒരു ഗ്രൂപ്പ് ആൾക്കാരുടെ കൂടെയാണ് അദ്ദേഹം വരുന്നത്. അപ്പൊ അവര് ശ്രീരാമകൃഷ്ണനെ സ്വാധീനിക്കാൻ കഴിഞ്ഞാൽ അതൊരു ഗണനീയമായ നേട്ടമായിരിക്കുമെന്നതിനാൽ ശ്രീരാമകൃഷ്ണനെ പരീക്ഷിക്കാനായി അവർ ദക്ഷിണേശ്വരത്തെ ക്ഷേത്രോദ്യാനത്തിൽ ചെന്നു. അവിടെ എത്തിയപ്പോൾ ശ്രീരാമകൃഷ്ണൻ അടുത്തുള്ള എടിമണ്ണിന്റെ വീട്ടിൽ സായാഹ്ന സവാരിക്കായി പോയിരിക്കുകയാണെന്ന് അവർ അറിഞ്ഞു. അവർ അവിടെ എതിരുടെ സ്വീകരണത്തിൽ എത്തി ശ്രീരാമകൃഷ്ണനെ കണ്ടു. സംഘ നേതാവ് ഡോക്ടർ ജ്ഞാനി ചന്ദ്ര മിത്ര തന്നിൽ പ്രധാന യോഗക്കാർ സ്പിരിച്വലിസ്റ്റ് എന്ന നിലയിൽ കൂടെ ഉണ്ടായിരുന്ന നിരഞ്ജൻ ഉൾപ്പെടെയുള്ളവരെയും പരിചയപ്പെടുത്തുകയും ചെയ്തു. ഒരു ഗ്ലാസ് അലമാരിയിലെ വസ്തുക്കൾ കാണുന്നത് പോലെ, ഒരു ഗ്ലാസ് അലമാരിയിലെ വസ്തുക്കൾ കാണുന്നത് പോലെ ഒരാളുടെ ഉള്ളു കാണാൻ ശ്രീരാമകൃഷ്ണൻ കഴിഞ്ഞിരുന്നു. നിരഞ്ജനെ കണ്ട ഉടനെ ഗുരുദേവൻ പറഞ്ഞു, ഈ കുട്ടി വളരെ നല്ലവനാണ്, തീർത്തും നിഷ്ഠവടൻ. ഉടനെ പാലിച്ചെന്ന് പറഞ്ഞു, മഹാശയ, അവൻ എൻ്റെ മരുമകനാണ്. അവൻ വളരെ നന്നായി കണ്ടിട്ട് വിദ്യ അറിയാം. അവൻ നല്ലൊരു മാധ്യമവുമാണ്. മാധ്യമം എന്ന് പറഞ്ഞാൽ ഈ മീഡിയ, അതായത് ഈ മീഡിയ വഴി ഈ മരിച്ചുപോയ ആത്മാക്കളെ സംസാരിക്കാം. അങ്ങനെ നല്ല മീഡിയമായിട്ട് ചില ആൾക്കാർ അതിന് കഴിവുണ്ട്. അപ്പോൾ ഇപ്പോഴും കാണാൻ ഇതിനെ കൈകൊണ്ടിങ്ങനെ മുകളിലിങ്ങനെ വെച്ചിട്ട് ആൾക്കാരെ നോക്കി പറയാറ്. അതൊരു മരിച്ചുപോയ ആൾക്കാരുടെ ആത്മാവുമായിട്ട് സംഭരിക്കുന്നത്. ശ്രീരാമകൃഷ്ണൻ പറഞ്ഞ മറുപടിയാണ് ലജ്ജാവകം. ലജ്ജാവകം ഈ പ്രേതത്തൊഴിലുമായി ബന്ധപ്പെടരുത്. ആദ്യമായിട്ട് കൊടുക്കുന്ന ഉപദേശം ഗുരുദേവനെ തിരിച്ച്. എന്നിട്ട് പ്രേതാത്മാക്കൾ ശ്രീരാമകൃഷ്ണനെ കണ്ടിട്ട് വിധേയനാക്കാൻ ശ്രമിച്ചു. ബാലസഭ്യായ ശ്രീരാമകൃഷ്ണൻ ഒരു വിനോദത്തിനായി അവരുടെ ആഗ്രഹത്തിന് വഴങ്ങി. മാത്രമല്ല അവരുടെ അഹങ്കാരം കുറയ്ക്കണമെന്ന് അദ്ദേഹം ആഗ്രഹിച്ചു. അപ്പൊ ശ്രീരാമകൃഷ്ണനെങ്കിലും മെസ്പറൈസ് ചെയ്യാൻ ശ്രമിച്ചു. നിരഞ്ജനും അമ്മാവും ധ്യാനിച്ചതും മറ്റൊരാളും അദ്ദേഹത്തിന് ചുറ്റും കൈ വീഴാനുണ്ടായി. അതായത് ഇങ്ങനെ കൈ കാണിച്ചിട്ട് അവിടെ മയക്കാം, മെസ്പറൈസ് ചെയ്യാം. പക്ഷേ ശ്രീരാമകൃഷ്ണൻ എന്താ, ഗുരുദേവൻ അവരുടെ ചടങ്ങുകൾ നോക്കി ഇടയ്ക്ക്
കൂടെയുള്ള വരണം. ശ്രീരാമകൃഷ്ണൻ ഈ ആദ്യമായിട്ട് വരുന്നതൊക്കെ പറയാം. കമ്മിതി അപാരേഷു ബംഗാളിയില് അപാരേഷു എന്താ പറയാ, വീണ്ടും വരും. ഇത് ഇടയ്ക്കിടയ്ക്ക് എല്ലാം കുറച്ചായിട്ട് വായിക്കുന്നില്ല. അപ്പോൾ അദ്ദേഹത്തിന് നല്ല കഴിവുണ്ടായിരുന്നു. സ്വാമിക്ക് വളരെ മാനസികമായിട്ട് വലിയ ശക്തിയുണ്ട്. തുടർച്ചയായി 18 വർഷം ഉറക്കമില്ലായ്മ കൊണ്ട് കഷ്ടപ്പെടുന്ന ഒരു ധനികൻ നിരഞ്ജന്റെ സഹായം ചെയ്തു. ദയാലുവായ നിരഞ്ജൻ അദ്ദേഹത്തെ സുഖപ്പെടുത്താൻ തന്റെ അത്ഭുത ശക്തി ഉപയോഗിച്ചു. പിൽക്കാലത്ത് നിരഞ്ജൻ പറഞ്ഞു, ഇത്രമാത്രം പണമുണ്ടായിട്ടും ആ ധനികൻ വല്ലാതെ കഷ്ടപ്പെടുന്നത് കണ്ടപ്പോൾ എല്ലാ ലൗകിക വസ്തുക്കളുടെയും വളർത്തരം എനിക്ക് ബോധ്യമായി. ശ്രീരാമകൃഷ്ണനെ കണ്ടപ്പോൾ മുതല് ശ്രീരാമകൃഷ്ണൻ തൊഴു. ആ തൊഴുമ്പോൾ തന്നെ അന്ന് മുതൽ എന്തോ ഒരു പ്രത്യേക അനുഭൂതിയാണ് നിരഞ്ജനുണ്ടായത്. ശ്രീരാമകൃഷ്ണനുമായുണ്ടായ ധർമ്മസംഗമം കഴിഞ്ഞ് അധിക ദിവസമായില്ല. ഒരു സായാഹ്നത്തിൽ നിരഞ്ജൻ ദക്ഷിണേശ്വരത്തെത്തി. ഭക്തന്മാർ പരിവൃത്തനായി ഗുരുദേവൻ മുങ്ങിയിരിക്കുന്നത് അവൻ കണ്ടു. ഈശ്വരനെ പറ്റിയും ഈശ്വരനെ എങ്ങനെ സാക്ഷാത്കരിക്കാമെന്നും ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു കൊടുക്കുകയാണ്. ഭക്തന്മാർ മുഖിതരായിരിക്കുന്നു. ഭക്തന്മാരെല്ലാവരും തിരിച്ചു പോയപ്പോൾ ഗുരുദേവൻ നിരഞ്ജന്റെ അടുത്ത് ചേർന്ന് അവനെ വീണ്ടും കണ്ടതിൽ സന്തോഷം കഴിഞ്ഞു. അവർ കുറച്ചു നേരം തുറന്ന് സംസാരിച്ചു. അവസാനം ശ്രീരാമകൃഷ്ണൻ പറഞ്ഞു, എന്റെ കുഞ്ഞെ, നീ സദാസമയവും ഭൂതങ്ങളെ കുറിച്ച് ചിന്തിച്ചുകൊണ്ടിരുന്നാൽ നീ സ്വയം ഒരു ഭൂതമാകും. ഈശ്വരനെ മനസ്സിൽ വെച്ചാൽ നിന്റെ ജീവിതം ഈശ്വരമയമാണ്. ഇതിൽ ഏതാണ് നീ തിരഞ്ഞെടുക്കാൻ പോകുന്നത്? തിരഞ്ഞു പറയും, തീർച്ചയായും രണ്ടാമത്തേത് തന്നെ. പ്രധാനത്തെ യോഗക്കാരുമായുള്ള ബന്ധം വിടാൻ ശ്രീരാമകൃഷ്ണൻ അവനെ ഉപദേശിച്ചു. അങ്ങനെ ചെയ്യാമെന്ന് കേൾക്കുകയും ചെയ്തു. എന്റെ കുട്ടി, നോക്കൂ, നീ ഒരു മനുഷ്യനെ 99 നല്ല കാര്യം ചെയ്തിട്ട് ഒരു ചീത്ത കാര്യം ചെയ്താൽ അയാൾ അത് മാത്രം ഓർത്തിരിക്കും. പിന്നീട് നിന്നെ ഗൗനിക്കുക പോലുമില്ല. നേരെ മറിച്ച് നീ 99 പ്രാവശ്യം പാപം ചെയ്തിട്ട് ഈശ്വരൻ ചെയ്തിട്ടുള്ള ഒരു സുഹൃതം ചെയ്താൽ നിന്റെ തെറ്റുകളെല്ലാം അദ്ദേഹം ക്ഷമിക്കും. ഇതാണ് മനുഷ്യ സ്നേഹവും ഈശ്വര സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. സ്നേഹത്തിന് ആദ്യമായിട്ട് നിരഞ്ജന് കൊടുക്കുന്ന ഉപദേശമാണ്. നമുക്കെല്ലാവർക്കും ഉപദേശമായിരുന്നു. അതായത് ഈശ്വര പ്രീതിക്കുള്ള ഒരു സുഹൃതം ചെയ്താൽ നിന്റെ തെറ്റുകളെല്ലാം അദ്ദേഹം ക്ഷമിക്കും. ഇതാണ് മനുഷ്യ സ്നേഹവും ഈശ്വര സ്നേഹവും തമ്മിലുള്ള വ്യത്യാസം. ഇത് ഓർത്തിരിക്കുക. സമയത്ത് പിന്നെ തോന്നിയത് ഭൂതങ്ങളെ അതാണ് സാധാരണ ആവേശിക്കുന്നത്. പക്ഷെ ഭൂതങ്ങളുടെ ഫലം ശ്രീരാമകൃഷ്ണൻ സ്വയം തന്നെ ആവേശിച്ചതായി അവർ തോന്നി. 2-3 ദിവസത്തിലുള്ള ദശേഷത്തിൽ തിരിച്ചെത്തി. അവരെ കണ്ട ശ്രീരാമകൃഷ്ണൻ ആഹ്ലാദഭരിതനായി. അദ്ദേഹം അവരെ അടുത്ത് ഓടിച്ചത് കൈപിടിച്ചു ആശ്ചര്യം. ഓ നിരഞ്ജൻ, എന്റെ കുഞ്ഞെ, ദിനങ്ങൾ ഓടി മറയുന്നു. എന്നാലും നീ ഈശ്വരനെ സാക്ഷാത്കരിക്കുന്നത്. അവിടുത്തെ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ജീവിതം വ്യർത്ഥമാകും. നീ എപ്പോഴാണ് നിന്റെ മനസ്സ് മുഴുവൻ ഈശ്വരനെ സമർപ്പിക്കുക? ഓ, നിനക്ക് വേണ്ടി ഞാൻ എത്ര വ്യാജനാണ്. നിരഞ്ജൻ സ്തബ്ധനായി പോയി. എന്തൊരു മനുഷ്യനാണ് അവൻ വിചാരിച്ചു. പിന്നെ ആത്മീയതയ്ക്കായി ഇത്ര വ്യാപൃതമായിട്ടാണ്. ഈ നിരഞ്ജനസ്വാമി രഞ്ജന് പെട്ടെന്ന് ദേഷ്യപ്പെടും. പക്ഷെ നല്ല കാര്യത്തിന് വേണ്ടിയാണ് ദേഷ്യപ്പെടുക. അതിനൊരു സംഭവം ശ്രീരാമകൃഷ്ണൻ ഈ ഇതിലുണ്ട്. 15 കാണാൻ ഒരിക്കലെ ശ്രീരാമകൃഷ്ണനെ കാണാനായിട്ട് നിരഞ്ജൻ ഒരു വള്ളത്തിന് ഇങ്ങനെ കടയിൽ വള്ളത്തിന്റെ ദേശത്തേക്ക് വരാം. അപ്പൊ അവിടെ വള്ളത്തിലുള്ള കുറെ ആൾക്കാര് ശ്രീരാമകൃഷ്ണനെ പുച്ഛിക്കാം. ശ്രീരാമകൃഷ്ണനെ പറ്റി കുറ്റം പറയുക. കുറേ നേരം കേട്ടു. കുറേയൊക്കെ കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്ക് അദ്ദേഹം പാപ സ്കൂളിൽ, അതായത് പൊതുവെ സൗമ്യ സ്വഭാവിയായ ഞാൻ ഭാഗം. പക്ഷേ ശൂന്യം വന്നാൽ ഉഗ്ര കോപിയാണ്. ജനത്തിൽ ഒരിക്കൽ കടന്നുവഞ്ചി ദക്ഷിണേശ്വരത്തിൽ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. യാത്രക്കാരൻ ചിലർ ശ്രീരാമകൃഷ്ണനെ അധിക്ഷേപിച്ച് സംസാരിക്കുന്നത് അവൻ കേട്ടു. ശ്രീരാമകൃഷ്ണൻ വാസ്തവത്തിൽ ത്യാഗിയല്ലെന്നും നല്ല ഭക്ഷണവും സുഖജീവിതവും ആസ്വദിക്കുന്ന കാവടികളെന്നും പാവം സ്കൂൾ വിദ്യാർത്ഥികളാണ് അദ്ദേഹത്തിന്റെ ശിഷ്യരെന്നും അവർ അതിശയിച്ചു. നിരഞ്ജൻ ശക്തമായി പ്രതിഷേധിച്ചു. പക്ഷേ ആ യാത്രക്കാർ അവനെ വകവച്ചില്ല.
പ്രതിഷേധം ഇങ്ങോട്ട് കലർന്നത് കണ്ടപ്പോൾ നിരഞ്ജൻ കുതിരനായി അവൻ എഴുന്നേറ്റ് നിന്ന് വഞ്ചി മുക്കുമെന്ന് വിഷണിപ്പിച്ചു. വഞ്ചിയിട്ട് ആട്ടാൻ തുടങ്ങി. നല്ല നീന്തൽക്കാരനായ അവൻ തന്റെ വിഷണി നടപ്പാക്കി നീന്തി കലക്കത്തിനുള്ള കഴിവുണ്ടായിരുന്നു. അയക്കുപോലെ യാത്രക്കാർ അവരോട് ക്ഷമ ചോദിച്ചു. ഈ വിവരം പറഞ്ഞപ്പോൾ ശ്രീരാമകൃഷ്ണൻ പറയുന്നത് കോപം ഭയങ്കര പാപമാണ്. അദ്ദേഹം പറഞ്ഞു, കോപം നിന്റെ സമുദ്രം തെറ്റിക്കാൻ ഇടവരരുത്. ഒരു നല്ല മനുഷ്യന്റെ കോപപ്രകടനം വേറെ, അത് വെള്ളത്തിൽ വരയ്ക്കുന്ന വര പോലെയാണ്. നിമിഷ നേരമേ തെറ്റുള്ളൂ. എന്നെ ചീത്ത പറഞ്ഞ നിസ്സാര മനുഷ്യനോട് വഴക്കടിക്കാൻ പോയിട്ട് ഒരു പ്രയോജനവുമില്ല. അങ്ങനെ വഴക്കിട്ടുണ്ടെങ്കിൽ ജീവിതം വ്യക്തമാക്കാമെന്നേ ഉള്ളൂ. അവരൊന്നും വെറും ഇടങ്ങളെക്കാൾ മെച്ചമല്ല, അവരെ അവഗണിക്കുക. കോപത്തിനടിഞ്ഞായി വന്ന് ധീരകൃത്യമാണ് നീ ചെയ്യാൻ പോയത്. ശ്രീരാമകൃഷ്ണൻ പ്രത്യേകം എടുത്ത് പറയാം, ആ വഞ്ചിയിലെ തണ്ടുകാരനെയും അമരക്കാരനെയും പറ്റി നീ ആലോചിച്ചോ? ആ വഞ്ചി പുഴയുന്ന ആളുകൾ നീ ആലോചിച്ചോ? അവരെ കൂടി നീ മുക്കിക്കൊണ്ടുമായിരുന്നില്ലേ? അവൻ എന്ത് വിളിച്ചു? ശ്രീരാമകൃഷ്ണനെ ഇതിനെ വേറെ സംഭവത്തെ യോഗി പറഞ്ഞു. മറ്റൊരു ഇതുപോലെ തന്നെ അത് ഓരോരുത്തർക്കും ഓരോ രീതിയിലാണ് ഭഗവാൻ ഉപദേശം കൊടുക്കുന്നത്. വളരെ കോപിക്കുന്നതായതുകൊണ്ടാണ് സത്യനാരായണ സ്വാമി ഇങ്ങനെ ഉപദേശിച്ചത്. പക്ഷെ ഒരു പാവമായ യോഗാനന്ദ സ്വാമി ഇതുപോലെ തന്നെ യോഗാനന്ദ സ്വാമിയെ ഗൗനിച്ചില്ല. എന്തൊക്കെ പറഞ്ഞോട്ടെ, ഇത് വിവരം ശ്രീരാമകൃഷ്ണൻ പറയുമ്പോൾ ശ്രീരാമകൃഷ്ണൻ പറയും, നീ എന്തുകൊണ്ട് പ്രതികരിച്ചില്ല? കാരണം ഓരോരുത്തരുടെ സ്വഭാവത്തിനനുസരിച്ചാണ് ശ്രീരാമകൃഷ്ണൻ പറയുന്നത്. ഇടയ്ക്ക് ജോലി ഈ എന്താ പറയുക, നീലം പൊടി ഉണ്ടാകും. നീലം ഉണ്ടാക്കുന്ന ഒരു ഫാമിൽ ജോലിയെ കിട്ടി. അപ്പൊ ജോലിക്ക് പോയിച്ചപ്പോൾ നിരഞ്ജനസ്വാമി നിരഞ്ജൻ തിരിച്ചു പോലീസ് വരും പറയും, ഓ അവൻ മരിച്ചെന്ന് കേട്ടാൽ പോലും എനിക്ക് ഇത്ര ദുഃഖം ഉണ്ടാകില്ല. അത്രയ്ക്ക് ജോലി സ്വീകരിച്ചു, ഒരാളുടെ കീഴിൽ ജോലി ചെയ്യാൻ. പക്ഷേ നിന്റെ മനസ്സിൽ നീ അത് ജോലി സ്വീകരിച്ചത് നിന്റെ അമ്മയ്ക്ക് വേണ്ടിയിട്ടാണ്. എന്റെ അമ്മയ്ക്ക് എനിക്ക് ചിലവിൽ കൊടുക്കണം, അതുകൊണ്ടാണ് നീ ജോലിക്ക് പോയത് എനിക്കറിയാം. അതുകൊണ്ട് ഞാൻ കുറ്റം പറയുന്നില്ല. നീ അമ്മയെ കൊല്ലാൻ വേണ്ടി ജോലി നോക്കുന്നു. ഒരാൾ അമ്മയോട് അമ്മയെ കിട്ടിയ ആദരവ് കാട്ടണം. കാരണം ആനന്ദസ്വരൂപിണിയായ ഏകപ്പയുടെ മുക്തിയാണ് അമ്മ. ഭാര്യയ്ക്കും മക്കൾക്കും വേണ്ടിയാണ് നീ ഉദ്യോഗം സ്വീകരിച്ചതെങ്കിൽ ഇന്ത്യ 1000 പട്ടം ഇന്ത്യം എന്ന് ഞാൻ പറയുകയാണ്. ഇതിലൂടെ പറയും, ആദ്യം ഈശ്വരൻ, പിന്നെ ലോകം. മറ്റൊരു ഇതാണ് ഈ ഫ്രീ വിൽ ആൻഡ് ഫ്രീ ഡെസ്റ്റിനേഷൻ പോലെ. അതായത് നമ്മുടെ ഈ ഈശ്വരേച്ഛ കൊണ്ടാണ് എല്ലാം നടക്കുന്നത്. അത് ഈശ്വരേച്ഛ അല്ല, നമ്മുടെ കഴിവുകൊണ്ടാണ്. നമ്മുടെ സ്വതന്ത്രമായിട്ട്, അതായത് ഫ്രീ വിൽ, നമ്മുടെ കഴിവുകൊണ്ടാണെന്ന് ഒരു വിഭാഗം പറയും. അല്ല, ഈശ്വരനാണ് എല്ലാം നിശ്ചയിക്കുന്നത്. ഫ്രീ ഡെസ്റ്റിനേഷൻ, ഫ്രീ വിൽ. അപ്പോൾ അതിനെപ്പറ്റി ഡിസ്കഷൻ നടക്കുകയാണ്. ഡിസ്കഷനാണ്. പക്ഷെ അതൊരു നിഗമനത്തിൽ എത്തിച്ചേരാൻ സാധിക്കാതെ ഒരു ഡിസിഷൻ എത്താൻ പറ്റില്ല. അവരെ വിളിച്ചപ്പോൾ ഭഗവാന്റെ ഒക്കെ ഉപയോഗിക്കാം. ഭഗവാൻ എന്തെങ്കിലും പറഞ്ഞു മറുപടി ഗൗരവമായിട്ട് പറയാം. ആർക്കാണ് സ്വതന്ത്രേച്ഛയോ അതുപോലെ മറ്റ് എന്തെങ്കിലും ഉള്ളത്? ആർക്കാണ് ഈ പ്രീതിക്കുള്ളത്? ഈശ്വരേച്ഛ ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളതും സംഭവിക്കാൻ പോകുന്നത്. ഈശ്വരേച്ഛ, ഈശ്വരന്റെ വില്ലാണ്, ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. ഈശ്വരേച്ഛ ഒന്നുകൊണ്ട് മാത്രമാണ് എല്ലാം സംഭവിച്ചിട്ടുള്ളതും സംഭവിക്കാൻ പോകുന്നതും. മനുഷ്യൻ ഇത് അവസാനത്തിൽ മനസ്സിലാക്കും. മനുഷ്യന്റെ സ്വതന്ത്രേച്ഛയെ പറ്റി ഉദാഹരണം തരാം. ഒരു ഉദാഹരണം വളരെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഉദാഹരണമാണ്. അതായത് ഒരു നീണ്ട കയറുകൊണ്ട് ഒരു കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന പശുവിനെ പോലെയാണ്. ഒരു നീണ്ട കയറുകൊണ്ട് കുറ്റിയിൽ കെട്ടിയിട്ടിരിക്കുന്ന ഒരു പശുവിനെ പോലെയാണ്. കുറ്റിയിൽ നിന്ന് ഒരടി അകലെയോ കയറുടെ നീളം കെട്ടുന്ന സ്ഥലം വരെയോ ഇഷ്ടപ്രകാരം തന്നെ പോകാം. കയറുടെ നീളം അനുസരിച്ചുള്ള പരിധിക്കുള്ളിൽ പശു നിൽക്കുകയോ നടക്കുകയോ കിടക്കുകയോ ചെയ്തുകൊള്ളട്ടെ. അതുപോലെ
കാരണം മനുഷ്യനെ ഒരു പരിധിക്കുള്ളിൽ ഇഷ്ടം പോലെ വ്യവഹരിക്കാനുള്ള ശക്തിയും സ്വാതന്ത്ര്യവും അനുവദിച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് മനുഷ്യൻ താൻ സ്വതന്ത്രമാണെന്ന് കരുതുന്നത്. എന്നാൽ കയറിന്റെ ഒരറ്റം കുറ്റിയിൽ കെട്ടിയിരിക്കുകയാണ് ഇക്കാര്യം ഓർമ്മിക്കുന്നത്. ആരെങ്കിലും ഈശ്വരനോട് ആത്മാർത്ഥമായി പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈശ്വരൻ അയാളെ മറ്റൊരു സ്ഥലത്തേക്ക് മാറ്റി അവിടെ കെട്ടിയിട്ടേക്കാം. അല്ലെങ്കിൽ കയറിന്റെ നീളം അല്പം കൂട്ടിത്തന്നേക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ അയാളുടെ കരുത്തിൽ നിന്നും കയർ ഊരി കയറാൻ ഒരു ഈശ്വരനാണ് തീരുമാനിക്കുന്നത്. ഈ പശുവിന് ഒരു ലിമിറ്റ് വരെ നമുക്ക് ഫ്രീ വില്ല്. നമ്മളുടെ തീരുമാനം എന്ന് പറയുന്നത് ഭഗവാന്റെ ഈശ്വരന്റെ ഇച്ഛയ്ക്കനുസരിച്ചാണ്. അത് വില്ലിന്റെ ലിമിറ്റാണ്. അതായത് പശുവിന്റെ കയറ് എത്രത്തോളം നീളമുണ്ടോ അതുവരെ പശുവിന് പോകാൻ പറ്റും. ആ കയറ് പോലെയാണ് നമ്മുടെ ഈ ഫ്രീ വില്ലും. അതൊരു പരിധി വരെയുള്ളൂ. അത് കഴിഞ്ഞ് അത് ഭഗവാനോട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ ഈ കയറുടെ നീളം വേണേൽ കൂട്ടിത്തരും. അല്ലെങ്കിൽ കയർ അയച്ചിട്ട് പോലും വളരെ പ്രധാനപ്പെട്ട ഒരു ഉപദേശമാണ്. ഈ ശ്യാമത്തിന്റെ സൂര്യനെ കിടക്കുമ്പോൾ ശ്യാമത്തിന് ക്യാൻസറായിട്ട് ചികിത്സിക്കുമ്പോഴേ സമയമാണ് കാവക്കാരൻ. ആരെ അകറ്റാർക്കെടുത്തില്ല, ആരും എന്തായാലും അടുത്തില്ല. പക്ഷെ വിനോദിനി എന്ന് പറഞ്ഞൊരു നടിയില്ല. അവിടെ വേറൊരു ആളൊക്കെ ഗ്രീഷത്തെ കുറിച്ചാണെന്ന് തോന്നുന്നു. അവരെ ഒരു സാരിനെ പോലെ കോട്ടൊക്കെ ഇടിച്ച് ഒരു പുരുഷനെ പോലെ ഡ്രസ്സ് ചെയ്യിപ്പിച്ചു ചെന്നു. അപ്പോൾ സമയം അറിഞ്ഞില്ല ആരാണ്. വെളിയിൽ പോയിരിക്കുന്ന ആരോഗ്യമാണെന്ന് വിചാരിച്ച അകത്തായിട്ട് ഭഗവാൻ മനസ്സിലായി. വളരെ ബുദ്ധിമുട്ട് വന്ന് നമസ്കരിച്ച് അനുഗ്രഹിച്ചിരുന്നു. ഒരു കാര്യം പറയും. അപ്പോൾ അങ്ങനെ ചെയ്യോ ഇതിനെ പഠിക്കുന്ന സംഭവമുണ്ട്. രാമചന്ദ്രൻ ആ കുടം എടുത്ത്
ഈ ഭൗതിക നിർമ്മാണം വയ്ക്കാനുള്ള മുഖ്യ കാരണം ഇതിനാണ് സമയം. അതുപോലെ സ്നാപനത്തിന് മഹാസമാധിക്ക് ശേഷം 1886 ആന്ധ്രപ്രദേശിലെ വന്നിട്ട് ബാബുറാം, അതായത് പേമാനന്ദ സ്വാമിയുടെ വീട്ടിൽ അവിടെ വെച്ചാണ് ഒരു ക്രിസ്മസ് ഡേയിൽ ഇവരെല്ലാവരും ഒന്നിച്ചിരുന്നിട്ട് അഗ്നി ഘടിപ്പിച്ച് സന്യാസ ദീക്ഷ പ്രതിജ്ഞ അതിൽ നിന്ന് സമയമില്ലായിരുന്നു. ഇടയ്ക്ക് യാത്ര പോകുക ഈ അലഹബാദിലെ യോഗാനന്ദ സ്വാമി അലഹബാദിൽ പോയി താമസം. അപ്പൊ അവിടെ വെച്ച് യോഗാനന്ദ സ്വാമിക്ക് സ്മാർട്ട് ബോക്സ് നിർജ്ഞാന സ്വാമിയാണ് കൂടെ നിന്ന് ശുശ്രൂഷിച്ചത്. നിർജ്ഞാനന്ദ സ്വാമിയാണ് അവിടെ ശുശ്രൂഷിച്ചത്. ബലറാം ബസു രാമചന്ദ്രന്റെ അവസാന കാലത്തും അദ്ദേഹം അവർക്ക് വേണ്ട സഹായം ഇവരൊക്കെ ചന്ദ്രഘോഷ് ബലറാം ബസുവിന്റെയൊക്കെ അവസാന കാലത്ത് അവരെ ശുശ്രൂഷിക്കാനും നിർജ്ഞാന സ്വാമിയാണ് ഉപയോഗിക്കുന്നത്. ഈ പുസ്തകം വായിക്കുന്നുണ്ട്. അതായത് ഓൺ ജീവിതം ഈ ബുക്കിലെ പരിഭാഷയുണ്ട്. എല്ലാ പതിനാറ് സന്യാസ ശിഷ്യന്മാരുടെയും കഥകളിനകത്തുണ്ട്, ചരിത്രമുണ്ട്. അവസാന കാലത്ത് അദ്ദേഹം അതിസാരം വിട്ട് ഹരിദ്വാറിലെ കാലാവസ്ഥയും വെള്ളപ്പെടുത്തിയതിനേക്കാൾ ഭേദപ്പെട്ടതായതുകൊണ്ട് അദ്ദേഹം അങ്ങോട്ട് പോകാൻ തീരുമാനിച്ചു. മാതൃദേവിയോടുള്ള തന്നെ അതുവരെ അടക്കിച്ചിരുന്ന ഭക്തി ചിറകൊട്ടി ഒഴുകി. കാരണം ആർക്കും മനസ്സിലായില്ല താൻ ഇനി അധികകാലം ജീവിച്ചിരിക്കുന്ന അദ്ദേഹത്തെ പൂർണ്ണ സൂചന ലഭിച്ചിട്ടുണ്ടാകാം. ദേവി തനിക്ക് വേണ്ടി എല്ലാം ചെയ്യണമെന്ന് അദ്ദേഹം നിർബന്ധിച്ചു പിടിച്ചു. ദേവി ആഹാരം പാചകം ചെയ്ത് തന്നെ നോക്കണമെന്ന് അദ്ദേഹം കുഞ്ഞിനെ ആശിപ്പിച്ചു. ദേവി അദ്ദേഹത്തിന്റെ ആഗ്രഹം നിറവേറ്റി. യാത്ര പറയാൻ നേരം അദ്ദേഹം അവരുടെ കാൽക്കൽ വീണ് കരയാൻ തുടങ്ങി. ഇനി ഒരിക്കലും അമ്മയെ കാണാൻ സാധിക്കില്ലെന്ന വിചാരത്തോടെ അദ്ദേഹം സാവധാനം വിടവാങ്ങി. അങ്ങനെ 1904 മെയ് മാസം 9-ാം തീയതി സമാധിയായി. പറയും അവൻ അവന്റെ കണക്ക് എപ്പോഴും കൃത്യമാണ് പിടിക്കുന്നത്. അതുകൊണ്ട് നീ കേട്ടവരെ അവൻ പോകാൻ സാധിക്കും. ചെയ്യേണ്ട കാരണം കർമ്മങ്ങളൊക്കെ വളരെ കൃത്യമായിട്ട് ചെയ്തു തീർക്കുന്നില്ല. അതുകൊണ്ട് സമയമായപ്പോൾ അതായത് പോകാൻ സാധിച്ചു. സ്വാമിയുടെ ആ പ്രസൻസ് നമുക്ക് ഇവിടെ കിട്ടും. സ്വാമിയുടെ അനുഗ്രഹം പ്രാർത്ഥിക്കാം.